മക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ കുറിച്ചാണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് അല്ല, ഇതുവരെ നമ്മൾ പഠിച്ച കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ട് ആണ്. നമ്മളെ വീട്ടിലെ സപ്ലൈയിലൊക്കെ പോകുന്നത് കണ്ടക്ഷൻ കറണ്ട്, അതായത് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് വഴിയുള്ള കറണ്ടാണ് കണ്ടക്ഷൻ കറണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ വേറൊരു കറണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബിയർ സർക്യൂട്ടിലായി അറിയാം. നമുക്ക് ആംബിയർ സർക്യൂട്ടിലായി അറിയാം ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 I എന്ന് പറയും അല്ലേ. ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 I ആണ്. ഇത് ആംബിയർ സർക്യൂട്ടൽ തിയറം ആണ്. ആംബിയർ സർക്യൂട്ടൽ തിയറം എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രെയിറ്റ് കണ്ടക്ടർ എടുക്കുന്നു, അതിൻ്റെ അകത്തോടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണ്. അവിടെ നമ്മളൊരു ക്ലോസ്ഡ് ലൂപ്പ് അല്ലെ, ഇതൊരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ്, അതിന് ചുറ്റും ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടി പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ, ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ ക്ലോസ്ഡ് ഇന്റഗ്രലിൽ കൂടിയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ ലൂപ്പിൽ കൂടി പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദ കറണ്ട്, നെറ്റ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി ലൂപ്പ്. ഇതിനകത്ത് കൂടിയുള്ള ടോട്ടൽ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതാണ് ആംബിയർ സർക്യൂട്ടിലാണ് പറയുന്നത്. പക്ഷെ മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇത് നോക്കിയപ്പം ഇതിനകത്തൊരു ഇൻകൺസിസ്റ്റൻസി കണ്ടു. അപ്പം അത് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തു. ചെയ്തത് നമ്മൾ കപ്പാസിറ്ററിന്റെ കേസ് എടുത്തിട്ടാണ്. കപ്പാസിറ്ററിന്റെ കേസിൽ ഈ ലാ ഒബ്ലി ചെയ്യുന്നു. അത് അയാൾ മോഡിഫൈ ചെയ്തിട്ട് മാക്സ്വെലിന്റെ ഇക്വേഷനായിട്ട് വന്നു. ആംബിയർ സർക്യൂട്ടിൽ തിയറത്തിനകത്ത് മോഡിഫിക്കേഷൻസ് കൊടുത്തു. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തത് ഇങ്ങനെയാണ്. നമ്മളൊരു കപ്പാസിറ്റർ എടുത്തു, ഈ കപ്പാസിറ്ററിനെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തു. കപ്പാസിറ്ററിനെ ഒരു കീയുമായിട്ട് അല്ല സെല്ലുമായിട്ട് കണക്ട് ചെയ്തു, ഒരു കീയുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ ആണേ. അപ്പം ഈ സെല്ല് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് കണ്ടക്ഷൻ കറണ്ടാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പം പറയുന്നില്ല, ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയുന്നില്ല, കണ്ടക്ഷൻ കറണ്ടാണ്. അപ്പോൾ ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഈ പ്ലേറ്റ് അല്ല, ഈ ഫസ്റ്റ് പ്ലേറ്റ് പോസിറ്റീവായിട്ടും ചാർജ് ചെയ്യും, ഈ സെക്കൻഡ് പ്ലേറ്റ് നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യും ബൈ ഇൻഡക്ഷൻ. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബൈ ഇൻഡക്ഷൻ ഇത് നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യും. അപ്പോഴത്തേക്കും ഇതിൽ കൂടി സർക്യൂട്ട് വഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ഇതിനിടയ്ക്ക് കൂടി കറണ്ട് ഫ്ലോ ചെയ്ത് സർക്യൂട്ട് ക്ലോസ് ആവും. സർക്യൂട്ടിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് ആംബിയർ സർക്യൂട്ടിൽ നോക്കാം അല്ലേ. ഇവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് എടുത്തിട്ട് ആംബിയർ സർക്യൂട്ടിൽ എടുക്കുമ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ അല്ലെ, ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 I എന്ന് കിട്ടും. കാരണം I ഇവിടെ താഴോട്ടാണ്. അപ്പോഴത്തേക്കും അവിടെ ആംബിയർ സർക്യൂട്ടിലുള്ള ഉപയോഗിച്ച് വന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു പൊസിഷൻ എടുക്കും. അങ്ങനെ ഏത് പൊസിഷൻ എടുത്തു കഴിഞ്ഞാലും ആംബിയർ സർക്യൂട്ടിലുള്ള ഒബേ ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഈ കപ്പാസിറ്ററിന്റെ ഇടയ്ക്ക് എടുക്കും. ഈ കപ്പാസിറ്ററിന്റെ ഇടയ്ക്ക് കറണ്ട് ഫ്ലോ ഇല്ല അല്ലേ, കപ്പാസിറ്ററിന്റെ ഇടയ്ക്ക് കറണ്ട് ഫ്ലോ ഇല്ല. അപ്പോഴത്തേക്കും അവിടെ ഈ ആംബിയർ സർക്യൂട്ടുള്ള ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി കണ്ടു. അപ്പോൾ അത് മാക്സ്വെൽ എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ വരുന്ന കറണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പോൾ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തത് ഇതാണ്. ഇപ്പോൾ ഈ കപ്പാസിറ്ററിന്റെ ഇടയ്ക്ക് ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അതിൽ കൂടി കറണ്ട് ഫ്ലോ ഇല്ല. അതായത് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല എന്ന് പറയും. പക്ഷേ അവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അതിനുള്ള കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ട്. എന്താണ് ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് നമുക്ക് പറയാം അല്ലേ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് പ്ലേറ്റ് ഒരു നെഗറ്റീവ് പ്ലേറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ E = σ/ε0 ആണ് അല്ലേ. സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിഗ്മ ഈസ് ഈക്വൽ ടു Q/A അല്ലേ. Q is the charge and A is the area of the plates. രണ്ടിൻ്റെ ഏരിയ സെയിം ആണ്. അപ്പം സിഗ്മ = Q/A എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഈ സിഗ്മയുടെ വാല്യൂ ഞാൻ കൊടുക്കുന്നു. സിഗ്മയുടെ വാല്യൂ കൊടുക്കുമ്പോൾ Q/ε0 A എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. E = Q/ε0 A. അപ്പം നമ്മൾ പറയുന്നുണ്ട് ആ കപ്പാസിറ്ററിൻ്റെ ഫിഗറിനകത്ത് പറയുന്നുണ്ട് നമ്മൾ ചാർജ് പതുക്കെ ആയിട്ട് അല്ലേ, വോൾട്ടേജ് 0-ൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അതിൻ്റെ വോൾട്ടേജ് ഒരു 10 വോൾട്ടാണ്. അപ്പോൾ പതുക്കെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് വരുന്നതനുസരിച്ച് കണ്ടക്ഷൻ കറണ്ട് കൂടി വരും. കണ്ടക്ഷൻ കറണ്ട് കൂടി വരുമ്പം സ്മാൾ എമൗണ്ട് ആയിട്ടാണ് ചാർജ് കൂടി വരുന്നത്. അപ്പം DQ എമൗണ്ട് വെച്ചിട്ട് ചാർജ് കൂടി വരുന്നു. അപ്പം അതിനനുസരിച്ചായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന് വേരിയേഷൻ ഉണ്ടാകും.
അപ്പോൾ ഡി ക്യൂ എമൗണ്ട് കൂടുന്നതനുസരിച്ച് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കൂടി വരും, കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് കൂടി വരും അല്ലേ. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കൂടി വരികയല്ലേ. അപ്പോഴങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈമിനനുസരിച്ച് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന് വേരിയേഷൻ ഉണ്ടെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം dE/dt, ടൈമിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ dE/dt ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, വേരിയബിൾ q ആണ്, ബാക്കി രണ്ട് കോൺസ്റ്റന്റ് ആണ്, ഈസ് ഈക്വൽ ടു 1/ε0a അല്ലേ. എ കോൺസ്റ്റന്റ് ആണ്, ഏരിയ ഓഫ് ദി പ്ലേറ്റ് ആണ്. അപ്പം 1/ε0a എടുത്തിട്ട് dQ/dt എഴുതാം. ഓക്കെ ആണല്ലോ, dQ/dt. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ dQ/dt മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇട്ടിട്ട് ബാക്കിയെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊടുക്കും. അപ്പം dQ/dt ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം, ഇവിടുന്ന് ε0a ഇവിടെ വരും, ε0a dE/dt അല്ലേ, ഈസ് ഈക്വൽ ടു ε0a dE/dt എന്ന് കിട്ടി അല്ലേ. ഈ dQ/dt നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അതിന്റെ ഇക്വേഷനാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ dQ/dtക്ക് പകരം ഞാൻ കൊടുത്തു ID എന്ന് കൊടുത്തു, ID എന്ന് കൊടുത്തു അല്ലെ. ഇനിയാണ് നമ്മളത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാം. അപ്പൊ ID ഈസ് ഈക്വൽ ടു ε0a ഇൻറ്റു dE/dt ആണ്. ഞാൻ ഈ എ ഡിഫറൻഷ്യലിന്റെ അകത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ d/dt ഓഫ് ഈ എ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് E.A എന്ന് എഴുതാം, കാരണം ഇലക്ട്രിക് ഫ്ലക്സ് ഈ EA എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എഴുതാം, ε0 d/dt ഓഫ് EA നമുക്ക് എഴുതാം phi ഓഫ് E ആണ് അല്ലേ, phi ഓഫ് E ആണ്. phi ഓഫ് E എന്ന് പറയുന്നത് E.A ആണ്. നമ്മൾ കപ്പാസിറ്ററിന്റെ കേസിൽ എടുക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലോട്ട് പോകുന്നു. ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ സെയിം ആണ്. അപ്പം ഇയും എയും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് തീറ്റ ഇസിക്കൽ 0. അപ്പം E.A എഴുതുമ്പം തീറ്റ ഇസിക്കൽ 0 ആകുമ്പോൾ cos 0 ഇസിക്കൽ 1. അതേപോലെ നമുക്ക് EA എന്ന് എഴുതാം അല്ലേ. അപ്പം ഇവിടുത്തെ EAക്ക് പകരം നമുക്ക് എന്താ കൊടുക്കാം, ഇലക്ട്രിക് ഫ്ലക്സ്, ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. അപ്പം ഇവിടുത്തെ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് കണ്ട് ID. അപ്പം ID ഇസിക്കൽ നമുക്ക് കിട്ടും ε0 d/E/dt. അതായത് നമ്മൾ ആ കപ്പാസിറ്ററിന്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഈ കറണ്ടാണ്, കണ്ടക്ഷൻ കറണ്ട് അല്ല ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പം നമ്മൾ കറണ്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, കണ്ടക്ഷൻ കറണ്ട് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സ്വെൽ വരുത്തിയ മോഡിഫിക്കേഷൻ, ആംബിയന്റ് സർക്യൂട്ടൽ തിയറത്തിനകത്ത് മാക്സ്വെൽ വരുത്തിയ മോഡിഫിക്കേഷൻസ് പറയാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl ഈസ് ഈക്വൽ ടു μ0 I എന്നായിരുന്നു ആംബിയർ സർക്യൂട്ടിലാ പറയുന്നത്. മാക്സ്വെല്ലും അത് മോഡിഫൈ ചെയ്തു, μ0 IC പ്ലസ് ID എന്നത് അല്ലേ, μ0 IC പ്ലസ് ID. ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl ഈസ് ഈക്വൽ ടു μ0 IC പ്ലസ് ID അല്ലേ. അപ്പം ഈ ഇക്വേഷൻ എല്ലായിടത്തും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മളൊരു കണ്ടക്ഷൻ കറണ്ട് ആയാലും ഒരു കപ്പാസിറ്ററിന്റെ ഇടയ്ക്ക് ആയാലും എല്ലായിടത്തും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കണ്ടുപിടിച്ചത് മാക്സ്വെല്ലാണ്. അത് വെച്ചിട്ട് മോഡിഫൈ ചെയ്തതാണ് ആംബിയർ സർക്യൂട്ടെല്ലാം മോഡിഫൈ ചെയ്ത് മാക്സ്വെല്ലിൻ്റെ ഒരു ഇക്വേഷൻ. അങ്ങനെ മാക്സ്വെല്ലിൻ്റെ 4 ഇക്വേഷൻസ് ഉണ്ട്. അതിൽ ഒരു പാർട്ടാണ് ഇത്. അതിനകത്ത് വന്ന മോഡിഫിക്കേഷൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ ആണേ.